ദേവപഞ്ചമി ഭാഗം 4. PK ഹോസ്പിറ്റൽ, പുലിക്കാട്ടിൽ ഹോസ്പിറ്റൽ. അവൾ പതിയെ പറഞ്ഞു. അപ്പോഴേക്കും ഒരു ഡോറിൻ്റെ മുന്നിൽ വന്ന് വരദയുടെ അച്ഛൻ നിന്നു. അവളെ നോക്കി പേടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഡോറ് തുറന്നു. അപ്പോഴേ കണ്ടു അവിടെ നിൽക്കുന്ന കുറച്ച് പേർ. അതൊരു ലിവിംഗ് റൂം പോലെയാണ് എന്ന് അവൾക്ക് തോന്നിയത്. അവിടെ കാണുന്ന ലക്ഷറി സോഫയിലായിട്ടിരിക്കുന്ന 2 പേരെയും കണ്ടു. ആ, വിജയകുമാർ, ഈ നിൽക്കുന്ന 2 പേർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഈ നിൽക്കുന്ന 2 പേർ പുതിയ ആളുകളാണ്. അതുകൊണ്ട് ഇവർക്ക് ചെയ്ത പരിചയമൊന്നുമില്ല. പക്ഷേ അമ്മ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, ഇതിലെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ വേണമെന്നില്ല എന്നാണ് അമ്മ പറയുന്നത്. അമ്മയെ നന്നായി നോക്കാൻ പറ്റിയ ഒരാൾ. അതിപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളതാണെങ്കിലും പുതിയ ആളാണെങ്കിലും അമ്മയ്ക്ക് കുഴപ്പമില്ല. എന്തായാലും അമ്മ കണ്ണ് തുറന്നിരിക്കുന്നുണ്ട്. അവിടെ എല്ലാവരുമായിട്ട് അമ്മ സംസാരിക്കുന്നുണ്ട്. ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകാം അല്ലേ? ഓക്കെ സാർ എന്ന് പറഞ്ഞ് വരദയുടെ അച്ഛൻ വിജയകുമാർ പറഞ്ഞു. അപ്പോഴേക്കും സോഫയിൽ ഉണ്ടായിരുന്ന 2 പേർ എഴുന്നേറ്റു. അവർ മുന്നോട്ട് നടന്നതും പുറകിലായി ബാക്കിയുള്ളവരും നടന്നു. അവരുടെ പുറകിലായി നടന്ന വിജയകുമാർ ആ പോയതാണ് പുലിക്കാട്ടിൽ ഭാഗ്യലക്ഷ്മി അമ്മയുടെ മക്കളിൽ 3ാമത്തെ മകനായ ഗോപിനാഥൻ പുലിക്കാട്ടിൽ. പുറകിൽ പോകുന്നത് വിശ്വനാഥൻ പുലിക്കാട്ടിൽ. പിന്നെ വിശദമായിട്ട് അവരെ പരിചയപ്പെടുത്തി തരാം. വിജയകുമാർ വളരെ പതിയെ ദേവപഞ്ചമിയോട് പറഞ്ഞു. അവൾ തലയെനിക്ക്. അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നല്ല ടെൻഷനുണ്ടെന്ന്. പേടിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോഴേക്കും ആ റൂമിൻ്റെ മുന്നിൽ വന്ന് നിന്നു. ആ ഡോറ് തുറന്നതും എല്ലാവരും അകത്തേക്ക് നോക്കി. ഇതേ സമയം ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ട് അകത്ത് മുത്തശ്ശിയോട് സംസാരിച്ചു കൊണ്ടിരുന്ന എല്ലാവരും ഡോറിൻ്റെ ഭാഗത്തേക്ക് നോക്കി. അവിടെ നിൽക്കുന്ന മക്കളെ കണ്ടതും അകത്തേക്ക് വരാൻ പറഞ്ഞു. അവർ അകത്തേക്ക് കടന്നിട്ടും പുറത്ത് തന്നെ നിൽക്കുമായിരുന്നു പുതുതായി ജോലിക്ക് വന്ന ആ 3-4 പേരും, കൂട്ടത്തിൽ ദേവപഞ്ചമിയും. അവരുടെ കൂടെ വിജയകുമാറും അകത്തേക്ക് ചെന്നിരുന്നു. അവരോട് അകത്തേക്ക് വരാൻ പറയൂ. മുത്തശ്ശിയുടെ ശബ്ദം കേട്ടതും ദേവപഞ്ചമി അവരെ നോക്കി. ഹോസ്പിറ്റൽ വസ്ത്രമാണ്, വേഷം. അകത്തേക്ക് കടന്നതും അവൾ അവിടെയെല്ലാം ചുറ്റും നോക്കി. അതൊരു ഹോസ്പിറ്റൽ റൂമാണെന്ന് കണ്ടാൽ പറയില്ല. ഏതോ ഒരു ലക്ഷറി റിസോർട്ടിൻ്റെ സൂട്ട് പോലെയാണ് തോന്നുന്നത്. സിറ്റി മുഴുവനും കാണുന്ന പനോരമിക് ഗ്ലാസ് വിൻഡോ കാഴ്ചയിലൂടെ പുറത്തുള്ള വാഹനങ്ങളുടെ വെട്ടവും ആകാശവും അതോടൊപ്പം ചുറ്റും ഉയർന്നു നിൽക്കുന്ന വലിയ വലിയ കെട്ടിടങ്ങളും എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഇറ്റാലിയൻ മാർബിൾ വിരിച്ച ഫ്ലോർ, അതിൽ സോഫ്റ്റ് പിൻ ടോൺ തിളക്കം കൊണ്ട് മിന്നുന്നു. ക്രീം ഗോൾഡ് വാൾ പെയിന്റിംഗ് ആണ്. വലിയൊരു ഫാമിലി പോർട്രേറ്റ്, പുലിക്കാട്ടിൽ തറവാട്ടിൻ്റെ വലിയ പഴയൊരു ചിത്രം. മുത്തശ്ശിയുടെ കിടക്ക സാധാരണ ഹോസ്പിറ്റൽ ബെഡ് അല്ല, അതൊരു കസ്റ്റമൈഡ് ഹൈഡ്രോളിക് ബെഡാണ്. റോസ്വുഡ് ഫ്രെയിമും ഒരു സാറ്റിൻ ഫിനിഷ്ഡ് ഹെഡ്ബോർഡും ഉള്ളത്. ബെഡ്ഷീറ്റ് ഐവറി നിറത്തിലുള്ള ഈജിപ്ഷ്യൻ കോട്ടൺ. പില്ലോ കവറിൽ പി എന്ന പുലിക്കാട്ട് ഫാമിലി മോണോഗ്രാം എംബ്രോയ്ഡറി. ഫർണിച്ചർ വെൽവെറ്റ് അപ്പോസ്റ്ററി ഉള്ള സോഫ സെറ്റ്. കോഫി ടേബിളിന് മുകളിൽ ഫ്രഷ് ലില്ലീസ് ആൻഡ് ജാസ്മിൻ ഫ്ലവർ. മതിലിൽ ഫ്രെയിംഡ് പെയിന്റിംഗ് ഓഫ് ഓൾഡ് ട്രാവൻകൂർ പാലസ് കോർട്ട്യാർഡ്. മുത്തശ്ശിയുടെ കുടുംബം വന്നാൽ ഇരിക്കാൻ വുഡ് ആം ചെയർസ്. ഒരു മിനി പൂജാ കോർണറുണ്ട്. ചെറിയ ഒരു ശിവലിംഗം, വിളക്ക്, തുളസി. മുത്തശ്ശിയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാകും എന്ന് അവൾക്ക് തോന്നി. റൂമിൽ എക്സ്ക്ലൂസീവ് എയർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റം, ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി കൺട്രോൾ പാനൽ. മുത്തശ്ശിയുടെ പുലിക്കാട്ടൽ ഫാമിലി സിമ്പിൾ, ഒരു പുള്ളിപ്പുലിയുടെ ആകൃതി. റൂമിൻ്റെ വോൾ പാനലിൽ ഗോൾഡ് എംബോസ്ഡ് എംബ്ലമായി. സൈഡ് ടേബിളിൽ അവരുടെ ഐവറി ഹാൻഡിൽ വാക്കിംഗ് സ്റ്റിക്ക്, പഴയ സ്റ്റീൽ ഫ്രെയിംഡ് സ്പെറ്റിക്കിൾസ്. ആ റൂമിലേക്ക് ആരെങ്കിലും കടന്നാൽ തന്നെ മനസ്സിലാകും ഇത് ഒരു രോഗിയുടെ റൂമല്ല, വലിയ ഒരാളുടെ വിശ്രമ മുറി. മുത്തശ്ശിയുടെ മുഖത്ത് ഇപ്പോഴും ഗൗരവഭാവം. അവർ കിടക്കുന്നിടത്തും അധികാരം പകരുന്ന സാന്നിധ്യം. വന്നു നിൽക്കുന്ന എല്ലാവരോടും ദേവപഞ്ചമിയോടും അവർക്ക് മുന്നിലായി നിൽക്കാൻ പറഞ്ഞു. ദേവപഞ്ചമി കയ്യിലുണ്ടായിരുന്ന ബാഗ് അവിടെ വെച്ചുകൊണ്ട് അവർക്ക് മുന്നിലേക്ക് നിന്നു. കൂടെ ബാക്കിയുള്ളവരും എല്ലാവരെയും അടിമുടി നോക്കുന്നത് കണ്ടു. ദേവ അവരെ തന്നെ നോക്കി നിന്നു. ഓരോരുത്തരുടെയും പേര് ചോദിച്ചു. അവിടെ വന്ന എല്ലാവരും അവരവരുടെ പേരുകൾ പറഞ്ഞു. അവസാനം ദേവപഞ്ചമിയിലേക്ക് എത്തി. പേര് ദേവപഞ്ചമി എന്ന് പറഞ്ഞതും ആ മുത്തശ്ശിയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നതുപോലെ അവൾക്ക് തോന്നി. പിന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ അവരുടെ എക്സ്പീരിയൻസ് പറയുകയും ഇല്ലാത്തവർ നന്നായി നോക്കിക്കൊള്ളാം എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തു. എല്ലാവരും മേഡം എന്ന ബഹുമാനത്തോടു കൂടി വിളിച്ചപ്പോൾ എല്ലാം ദേവപഞ്ചമി അവരുടെ മുഖത്ത് നോക്കുന്നുണ്ട്. മേഡം എന്ന് വിളിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് അവരുടെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാനൊരു കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആയിരുന്നു.
എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. വീട്ടിൽ അച്ഛനും അമ്മയും ഒന്നുമില്ല. രണ്ടുപേരും ഒരു ആക്സിഡൻറ്റിൽ മരിക്കുകയായിരുന്നു. അതിൽ പിന്നെ ഹോസ്റ്റലിൽ തന്നെയായിരുന്നു താമസം. ഇപ്പോൾ എക്സാം കഴിഞ്ഞ് ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങിയപ്പോൾ എങ്ങോട്ട് പോകുമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് എവിടെയെങ്കിലും ഒരു ജോലി റെഡിയാക്കി തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് പരിചയമുള്ള വിജയകുമാർ സാറിനെ വിളിക്കുന്നത്. അദ്ദേഹമാണ് ഇങ്ങനെ ഒരു കാര്യം എന്നോട് പറയുന്നത്. ഞാൻ നോക്കിക്കൊള്ളാം, എന്നെക്കൊണ്ട് നോക്കാൻ പറ്റുന്ന രീതിയിൽ, സ്വന്തം അമ്മയെ നോക്കുന്നത് പോലെ, അവൾ അത്രയും പറഞ്ഞു. അവൾ അപ്പോഴും സംസാരിക്കുമ്പോൾ തന്നെ മേഡമെന്നോ മറ്റൊരു പേരും വിളിച്ച് സംബോധന ചെയ്തില്ല എന്ന് അവൾ ശ്രദ്ധിച്ചു. അപ്പോൾ ദേവപഞ്ചമിക്ക് വീടൊന്നുമില്ല. എത്ര നാൾ വേണമെങ്കിലും എൻ്റെ കൂടെ നിൽക്കും അല്ലേ? കോളേജിലെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് PG ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുവരെ ഞാനുണ്ടാകും. അപ്പോൾ 2-3 മാസം അല്ലേ? അവർ പറഞ്ഞതും അവൾ അതെ, കോളേജ് ഓപ്പൺ വരെ. അപ്പോഴേക്കും ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം ഭേദമായി. പഴയ തറവാട്ടമ്മയായി മുത്തശ്ശിക്ക് നടക്കാനും മുത്തശ്ശിയുടെ ജോലികൾ, മുത്തശ്ശി ചെയ്യുന്ന കാര്യങ്ങൾ ഇത്രയും നാളും എങ്ങനെയായിരുന്നോ അതുപോലെ ഇനിയും മുന്നോട്ട് പോകും, അവൾ പറഞ്ഞു. അവളുടെ മുത്തശ്ശി എന്നുള്ള വിളിയിൽ അവർക്ക് ഇഷ്ടം തോന്നിച്ചു. കാരണം അവരെ എല്ലാവരെയും തറവാട്ടമ്മ എന്നാണ് തറവാടിന് പുറമെയുള്ള എല്ലാവരും പറയുന്നത്. എല്ലാം കേട്ടതിന് ശേഷം അവരോട് പുറത്തേക്ക് നിൽക്കാൻ പറഞ്ഞു. ദേവ പോകുന്നതിന് മുമ്പ് വിജയകുമാറിനെ ഒന്ന് നോക്കി. അദ്ദേഹം ചെറുപുഞ്ചിരിയോടെ ഒന്ന് കണ്ണ് ചെമ്മി കാണിച്ചു. അവർ എല്ലാവരും പുറത്തേക്കിറങ്ങിയതും അവിടെ വന്ന പെൺകുട്ടികളിൽ ഒരാൾ, താനെന്താ മേഡത്തെ മുത്തശ്ശി എന്ന് വിളിച്ചത്? അവർ ചോദിച്ചതും, അത് പ്രായമായ എല്ലാവരും അവർ മുത്തശ്ശിയാണ്. അവരെ മുത്തശ്ശിയെന്നോ അമ്മയെന്നോ വിളിക്കുന്നതായിരിക്കും അവർക്കിഷ്ടം, അവൾ പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല. അവർക്ക് മുത്തശ്ശി എന്ന് വിളിച്ചത് അവരുടെ മക്കൾ മാത്രം വിളിക്കുന്നതാണ് ഇഷ്ടം. മറ്റാരും അവരെ മുത്തശ്ശി എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അവരെ മേഡമെന്ന് വിളിച്ചത്. താൻ മുത്തശ്ശി എന്ന് വിളിച്ചത് അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കുമോ എന്നാണ് എനിക്ക് സംശയം. കൂട്ടത്തിൽ അത്യാവശ്യം സുന്ദരിയായി നന്നായി ഒരുങ്ങി വന്ന ഒരു സ്ത്രീ പറഞ്ഞു. അത് ശരിയാ, അവർക്ക് മാത്രമല്ല അവരുടെ അവിടെ നിന്ന് ആർക്കും താൻ മുത്തശ്ശി എന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു, മറ്റൊരു പെൺകുട്ടി പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മനസ്സിൽ തോന്നിയതാണ് ഞാൻ വിളിച്ചത്, അവൾ പറഞ്ഞു. ഇതെല്ലാം അവരെ സോപ്പിടാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും എന്നായിരിക്കും അവർ കരുതിയിട്ടുണ്ടാവുക. അതിന് ദേവ ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. ഇതെല്ലാം അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അവിടെയുള്ള സംഭാഷണം മുഴുവനും മുത്തശ്ശിയും ആ വീട്ടിലെ ഓരോ കുടുംബാംഗങ്ങളും കേൾക്കുന്നുണ്ടായിരുന്നു. കൂടെ വിജയകുമാറും. വിജയകുമാറിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അമ്മയ്ക്ക് അക്കൂട്ടത്തിൽ ആരെയാണ് ഇഷ്ടപ്പെട്ടത്? അവരുടെ മകൻ ചോദിച്ചു. ഇതെന്താ വല്യേട്ടന് വേണ്ടിയുള്ള ഒരു പെണ്ണ് കാണൽ ചടങ്ങ് പോലെ തോന്നുന്നു. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അതിസുന്ദരിയായ ഒരു പെൺകുട്ടി ഫോണിൽ നിന്നും തല ഉയർത്തി നോക്കിക്കൊണ്ട് പറയുന്നത് കേട്ടതും, നീലോ, നീ മിണ്ടാതിരിക്കെ, പെട്ടെന്ന് അവളുടെ അടുത്ത് നിന്ന ഒരു സ്ത്രീ പറഞ്ഞു. എനിക്ക് ദേവപഞ്ചമി, ആ കുട്ടിയെ കൂടിയെ നിർത്തിയാൽ മതി. അമ്മേ, ആ കുട്ടിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല എന്ന് പറഞ്ഞിരുന്നു, വിശ്വനാഥൻ പറഞ്ഞു. എന്നാലും നോക്കട്ടെ, കുറച്ച് ദിവസം ഇവിടെ നിന്ന് നോക്കട്ടെ, എന്നിട്ട് പറ്റിയില്ലെങ്കിൽ നമുക്ക് അടുത്ത ആളെ നോക്കാം. ഇതുവരെ അമ്മ ആരെയും നിർത്തിയിട്ടില്ല, ആദ്യമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടി വരും. പിന്നെ വിജയകുമാർ അറിയുന്ന കുട്ടിയാണ് എന്നല്ലേ പറയുന്നത്, അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും എന്ന് തോന്നുന്നു, ഗോപിനാഥൻ വിജയകുമാറിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്കറിയാവുന്ന കുട്ടിയാണ്, കുട്ടി പറഞ്ഞതെല്ലാം സത്യമാണ്. എന്നാൽ പിന്നെ ആ കുട്ടി തന്നെ മതി, അവർ പറഞ്ഞു. എന്നാൽ പിന്നെ ഇനി സമയം ഒത്തിരിയായില്ലേ, എല്ലാവരും വീട്ടിലേക്ക് പോയിക്കോളൂ. ആ കുട്ടി എനിക്ക് കൂട്ടു നിൽക്കട്ടെ. ഇന്നു മുതൽ എൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറായിട്ടില്ലേ വിജയകുമാർ ആ കുട്ടി വന്നിരിക്കുന്നത്? അതെ അമ്മേ, അയാൾ പറഞ്ഞു. അമ്മേ, ആ കുട്ടിയെ നമുക്കാർക്കും പരിചയമില്ലല്ലോ, ആ കുട്ടി പുതിയതല്ലേ. അപ്പോൾ ഇന്നൊരു ദിവസം ഞാൻ കൂടി നിൽക്കാം. അമ്മയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് ആ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കാം, അവരുടെ മൂത്ത മകൻ്റെ ഭാര്യ ദേവയാനി പറഞ്ഞു. വേണ്ട, ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ദേവയാനി, നീ ധൈര്യമായിട്ട് പോയിക്കോളൂ. നിങ്ങൾ രാവിലെ വന്നാൽ മതി. ആ കുട്ടിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് പോലെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തോളാം, അവർ പറഞ്ഞു. അമ്മ പറഞ്ഞാൽ വീണ്ടും തിരുത്തി പറയുകയോ അമ്മയെ എതിർത്ത് പറയുന്നതോ ഇഷ്ടമല്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ അവിടെ വന്ന അവരുടെ മക്കളും മരുമക്കളും പോകാൻ റെഡിയായി പുറത്തേക്കിറങ്ങി. വിജയകുമാർ, പെട്ടെന്ന് മക്കളും മരുമക്കളും പോകാൻ റെഡിയായി പുറത്തേക്കിറങ്ങിയതും ഭാഗ്യലക്ഷ്മി അമ്മ വിളിച്ചതും വിജയകുമാർ അവിടെ നിന്നു. നിങ്ങൾ പൊയ്ക്കോളൂ, എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞതും എല്ലാവരും പുറത്തേക്കിറങ്ങി. ആ കുട്ടിക്ക് പോകാനിടമില്ല എന്ന് പറഞ്ഞു. ബന്ധുക്കളും അങ്ങനെ ആരുമില്ലേ? ഭാഗ്യലക്ഷ്മി അമ്മ ചോദിച്ചു.
ഉണ്ട്. പക്ഷേ ആ കുട്ടിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ അമ്മ ആ കുട്ടി അവരെ പേടിച്ചാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്തിനാ? നെറ്റി ചുളിച്ചുകൊണ്ട് അവർ ചോദിച്ചു. ആ കുട്ടിയുടെ അമ്മയും അച്ഛനും ഒരപകടത്തിൽ മരിച്ചുപോയി എന്ന് പറഞ്ഞില്ലേ? ആ കുട്ടിയുടെ അച്ഛൻ വലിയൊരു ബിസിനസ്മാനാണ്. ഒരു വലിയ ബിസിനസ് നോക്കി നടത്തേണ്ട ഒരേയൊരു പെൺകുട്ടിയാണ്. അതിൻ്റെ എല്ലാം ഒരേയൊരു അവകാശി. പക്ഷെ ബന്ധുക്കളെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ചേട്ടനും ചേച്ചിമാരും എല്ലാം അത് കൈയടക്കി വെച്ചിരിക്കുകയാണ്. ദേവ അവർക്ക് പവർ ഓഫ് ടോണി സൈൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ പഠിത്തം കഴിഞ്ഞ് ഞാനത് ഏറ്റെടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ്റെ മൂത്ത ചേച്ചിയുടെ മകൻ ഇപ്പോൾ ബിസിനസ് എല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രാവൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുമായിട്ട് വിവാഹം ഉറപ്പിച്ചു. അത് ഈ കുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ടല്ല, സ്വത്തുക്കൾ കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ്. വിജയകുമാറിനെ എങ്ങനെ അറിയാം ഈ കുട്ടിയെ? അത് എൻ്റെ മകൾ വരദ ഈ കുട്ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഈ മോളുടെ പാരൻസ് മീറ്റിങ്ങിനടക്കം എല്ലാത്തിനും പോകുന്നത് ഞാനും എൻ്റെ ഭാര്യയും കൂടിയാണ്. പഠിക്കാൻ നല്ല മിടുക്കിയാണ്, കോളേജ് ടോപ്പർ കൂടിയാണ്. എൻ്റെ മകളാണ് അവളെ അവിടെ നിന്നും രക്ഷിച്ച് ഇങ്ങോട്ട് വിട്ടത്. അവളെ അന്വേഷിച്ച് അവരുടെ ബന്ധുക്കൾ നടക്കുന്നുണ്ട്. എൻ്റെ മോളുടെ പിന്നാലെയും ഉണ്ട്. ഈ പെൺകുട്ടി ഏറ്റവും സേഫായിട്ടുണ്ടാവുക പുലിക്കാട്ടിൽ വീട്ടിലായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അമ്മയോട് ഇതെല്ലാം തുറന്ന് പറയാൻ തന്നെ ഇരിക്കുകയായിരുന്നു. എല്ലാവരും പോയിട്ട് പറയാം എന്ന് കരുതിയാണ് ഞാൻ ഇരുന്നത്, വിജയകുമാർ പറഞ്ഞു. അതിന് അവരൊന്ന് അമർത്തി മൂളി. എന്നാൽ ഇനി അവിടെയുള്ള ബാക്കിയുള്ളവരോടെല്ലാവരോടും പൊയ്ക്കൊള്ളാൻ പറയൂ. എന്നിട്ട് ആ കുട്ടിയെ ഇങ്ങോട്ട് വിളിക്കൂ, ഭാഗ്യലക്ഷ്മി അമ്മ പറഞ്ഞു. വിജയകുമാർ ആ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അവിടെ ജോലിക്കായിട്ട് വന്നിരിക്കുന്ന എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. ബാക്കി വീട്ടിലുള്ള എല്ലാവരും പോയിരുന്നു. ദേവപഞ്ചമി കുട്ടിയുടെ അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ബാക്കി എല്ലാവരോടും തിരിച്ചു പൊയ്ക്കൊള്ളാൻ പറഞ്ഞു, വിജയകുമാർ പറഞ്ഞു. അത് കേട്ട് എല്ലാവരും ദേവപഞ്ചമിയെ നോക്കി. അവൾ ആരെയും നോക്കാതെ പതിയെ അകത്തേക്ക് നടന്നു. അകത്തേക്ക് കയറിയതും വാതിലിനടുത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്ന മുത്തശ്ശിയെ കണ്ടു. അവൾ അവരുടെ മുന്നിൽ പോയി നിന്നു. അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കിയാണ് അവൾ നിന്നത്. വിജയകുമാർ അങ്ങോട്ട് വന്നു. കുട്ടി എന്തെങ്കിലും കഴിച്ചിട്ടാണ് വന്നത്? ഭാഗ്യലക്ഷ്മിയമ്മ ചോദിച്ചു. അവൾ ഇല്ല എന്ന് പറഞ്ഞു. സമയത്രയായില്ലേ? അപ്പോൾ കുട്ടി ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്? അതെ, അവൾ പറഞ്ഞു. ശരി, എന്നാൽ ഒരു കാര്യം ചെയ് വിജയകുമാർ, ക്യാൻറ്റീനിൽ വിളിച്ച് ഭക്ഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്തിക്കാൻ പറയൂ. ശരി എന്ന് പറഞ്ഞ് വിജയകുമാർ അവിടെയുള്ള ഫോണിൽ നിന്ന് തന്നെ ക്യാൻറ്റീനിലേക്ക് വിളിച്ചു. ഫുഡ് ഓർഡർ ചെയ്തു. കുട്ടിക്ക് ഫ്രഷ് ആവണമെങ്കിൽ പോയി ഫ്രഷ് ആയിക്കോളൂ, ഭാഗ്യലക്ഷ്മി അമ്മ പറഞ്ഞു. അവളത് ആഗ്രഹിച്ചതുപോലെ ബാഗ് അവിടെയുള്ള മറ്റൊരു ബെഡിലേക്ക് വെച്ചു. അത് തുറന്നു. അവൾക്ക് കുളിക്കാനുള്ള സാധനങ്ങളും വസ്ത്രങ്ങളുമായി അവൾ ബാത്റൂമിനടുത്തേക്ക് നടന്നു. അവളുടെ ഓരോ ചലനങ്ങളും അവർ നോക്കുന്നുണ്ടായിരുന്നു. അവൾ ബാത്റൂമിലേക്ക് കയറി കഴിഞ്ഞതും പെട്ടെന്ന് അവിടെ ടേബിളിലിരുന്ന ഫോൺ റിങ് ചെയ്തു. അത് കണ്ടതും വിജയകുമാർ ആ ഫോൺ എടുത്ത് ഭാഗ്യലക്ഷ്മി അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. അതിലെ പേര് കണ്ടതും അവരുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഫോൺ ചെവിയിലേക്ക് വെച്ചുകൊണ്ട് തന്നെ, ഞാൻ ഉറങ്ങാൻ പോവാണ്, ഇനി എന്നെ ശല്യപ്പെടുത്താൻ വരരുത് എന്ന് മാത്രം ഭാഗ്യലക്ഷ്മിയമ്മ പറഞ്ഞു. ശബ്ദത്തിൽ ഗൗരവമാണെങ്കിലും മുഖത്തും ചുണ്ടിലും ഒരു പുഞ്ചിരിയുടെ തിളക്കമുണ്ടായിരുന്നു. ആ സമയം PK ഹോസ്പിറ്റലിൻ്റെ ഗേറ്റ് കടന്ന് ബ്ലാക്ക് ബെൻലി കോണ്ടിനെൻ്റ് GT വന്നു. കാറിൻ്റെ നമ്പർ പ്ലേറ്റ് പുലിക്കാട്ടിൽ 1. സെക്യൂരിറ്റി ഗാർഡിൻ്റെ കയ്യിലെ വാക്കി കരഞ്ഞു. അവൻ പെട്ടെന്ന് നേരെ നിന്നു. ക്യാപ്പ് ശരിയാക്കി. മിനിറ്റുകൾക്കകം ഡ്രൈവർ ഡോർ തുറന്നു. കാറിനുള്ളിൽ നിന്നും ആര്യവീർ വീരേന്ദ്രനാഥ് ഇറങ്ങി. കാർ ഡോർ അടയുന്ന ശബ്ദം പോലും നിശബ്ദതയെ കുത്തിതറയ്ക്കുന്ന പോലെ. വെളുത്ത ഹോസ്പിറ്റൽ ലൈറ്റുകൾ അവൻ്റെ കറുത്ത സൂട്ടിന് മുകളിൽ പതിച്ചു. അവൻ്റെ മുഖത്ത് പകുതിയോളം വെളിച്ചവും പകുതിയോളം നിഴലും ചേർന്ന് ഒരു ഗൗരവം തീർത്തു. അവൻ്റെ കണ്ണുകൾ രാത്രിയുടെ ആഴം പോലെ. നോക്കിയാൽ തന്നെ ആരും മറുപടി പറയാതെ നിൽക്കും. മുഖത്ത് ഒരു രാജകീയമുണ്ട്. ചിരിയില്ലാത്ത മുഖം, പക്ഷേ അവൻ്റെ നിൽക്കുന്ന ഭാവം തന്നെ ശക്തിയുടെയും രാജകീയതയുടെയും പ്രതീകം പോലെ. അവൻ്റെ വലത് കൈയിൽ പ്ലാറ്റിനം വാച്ച്, ഇടത് കൈയിൽ ചെറിയ പുലിയുടെ ആകൃതിയിലുള്ള റിങ്. അവൻ്റെ പിതൃപാരമ്പര്യത്തിൻ്റെ അടയാളം, പുലിക്കാട്ടിൽ വീടിൻ്റെ അടയാളം. സെക്യൂരിറ്റി ഗാർഡുകൾ ഒരുമിച്ച് മുന്നോട്ട് ഓടിയെത്തി. ഗുഡ് ഈവനിങ് സർ എന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസിൻ്റെ ഗ്ലാസ് ഡോറുകൾ സ്വയം തുറന്നു. അവൻ തല കുലുക്കി മുന്നോട്ട് നടന്നു. ഒരു വാക്കും പറഞ്ഞില്ല. അവൻ്റെ നടപ്പ് തന്നെ ഒരു ശബ്ദം പോലെ. ഓരോ അടിയും ആരോ വരുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്ന എന്ന പോലെ ശക്തിയുള്ളത്. അവൻ്റെ ചെരുപ്പിൻ്റെ മുഴക്കം മാർബിൾ ഫ്ലോറിൽ മുഴങ്ങി.
വാതിക്കൽ റിസപ്ഷൻ ഡെസ്കിലിരുന്ന നേഴ്സ് ഒരുപാട് രാത്രി ഡ്യൂട്ടി ചെയ്തിട്ടും ആ ക്ഷീണമെല്ലാം അവനെ കണ്ടതും മാറി ഉറക്കം വിട്ട് എഴുന്നേറ്റു. റൂം നമ്പർ 701. ലിഫ്റ്റ് തുറന്നപ്പോൾ അവൻ്റെ പ്രതിഫലനം മിറർ വാളിൽ പ്രത്യക്ഷപ്പെട്ടു. റൂമിന് പുറത്തേക്ക് എത്തിയപ്പോൾ വാതിലിൽ കൈവച്ചു. അവൻ്റെ വിരലുകൾ സാവധാനത്തിൽ ആ ഭാഗ്യലക്ഷ്മി അമ്മയുടെ പേര് ചേർന്ന നെയിം പ്ലേറ്റിൽ തൊട്ടു. അതവന് കുടുംബം പോലെ പുണ്യം തന്നെയായിരുന്നു. വാതിൽ തുറന്നു. അകത്ത് പരിമളത്തോടൊപ്പം തന്നെ ശാന്തമായ ഒരു ശ്വാസനിശബ്ദത. അവൻ അകത്തേക്ക് നടന്നു. കയ്യിലുണ്ടായിരുന്ന മൊബൈൽ സൈലൻ്റാക്കി. തലയിൽ വൃത്തിയായി കെട്ടിവെച്ച മുടി പിന്നോട്ടിട്ടു. ആര്യവീർ വീരേന്ദ്രനാഥ്, പുലിക്കാട്ടിൽ വീടിൻ്റെ ഇന്നത്തെ അധികാരി എന്നെ കാണാൻ കാത്തിരിക്കുകയായിരുന്നോ ഭാഗ്യലക്ഷ്മി അമ്മ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ അടുത്തേക്ക് ചെന്ന് ഇരുന്നത്. ഞാൻ ആരെയും കാത്തിരുന്നതല്ല. നിനക്ക് ഇപ്പോഴാണോ എന്നെ ഓർമ്മ വന്നത് അല്ലേ ആര്യ? എന്നെ ആരും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല മുത്തശ്ശി. അറിഞ്ഞത് ഇന്നാണ്. അറിഞ്ഞതും ഞാൻ എൻ്റെ എല്ലാ പ്രോഗ്രാംസും ക്യാൻസലാക്കി എത്തിയില്ലേ എൻ്റെ മുത്തശ്ശിയെ കാണാൻ, അവൻ പറഞ്ഞു. പുലിക്കാട്ടിൽ ആര്യവീർ ഈ മുത്തശ്ശിക്ക് മുന്നിൽ മാത്രമാണ് ചെറുതാകുന്നത് എന്ന് ഭാഗ്യലക്ഷ്മിക്ക് അറിയാം. മുത്തശ്ശിയോട് എന്തോ പറയാനായി മുഖമുയർത്തിയപ്പോഴാണ് ബാത്റൂമിൻ്റെ ഡോർ സാവകാശത്തിൽ തുറക്കുന്നത്. ബാത്റൂമിലെ മഞ്ഞ വെളിച്ചം പുറത്തേക്ക് വന്നു. അതിനോടൊപ്പം ദേവപഞ്ചമിയും പുറത്തേക്കിറങ്ങി. കുളിച്ച് ഫ്രഷായി മുടിയിൽ നിന്നും വെള്ളത്തുള്ളികൾ അവളുടെ കഴുത്തിലേക്ക് വീഴുന്നു. വെളുത്ത കോട്ടൺ കുർത്തയും നീല ദുപ്പട്ടയും ചേർന്ന വേഷം. അവൾ ടവൽ കൊണ്ട് മുടി തുടയ്ക്കുമ്പോൾ ആര്യവീറിൻ്റെ കണ്ണുകൾ അവളുടെ ഭാഗത്തേക്ക് ചെന്നു. ആ റൂമിൽ ചെറിയൊരു തണുപ്പിൽ പ്രത്യേക ഒരു സുഗന്ധം പരന്നതും അവൾ മുഖമുയർത്തി നോക്കി. അവൾ ആ കാഴ്ചയിൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരു നിമിഷം നിശ്ചലമായി. ദേവപഞ്ചമി തലയിൽ നിന്നും ടവലെടുത്ത് മുടി പിന്നിലേക്കിട്ടു. അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. പക്ഷേ തിരിച്ച് ഗൗരവത്തോടെയുള്ള നോട്ടം കണ്ടതും അവളുടെ ആ ചെറു പുഞ്ചിരി അല്പം ഭയമുള്ളതായി മാറി. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.